ഒരുപാട് പ്രയാസത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും എൻ്റെ അമ്പുക്ക ചങ്ക് പറിച്ചും കാണ്ട് നിങ്ങൾ കൂടെ നിൽക്കുന്ന ആൾക്കാരോടും മാതിരി ഒരു ചതി നിങ്ങൾ ചെയ്യേതേരും. ഞാൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന് അതിനെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കരുത് എൻ്റെ അമ്പുക്ക. അവനാന്റെ ജീവിതം ഏതായാലും കയ്യാലപ്പുറത്തെ തേങ്ങ പോലായി. കട്ടക്ക് നിങ്ങൾ കൂടെ നിൽക്കണത് നമ്മളും കൂടി ലക്ഷ്യത്തിലുള്ളതായിട്ട് കിട്ടിയില്ല, ഉത്തരത്തിലുള്ളതായിട്ട് പോയും ചെയ്തു എന്ന് പറഞ്ഞ അവസ്ഥയിലാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമല്ലോ. കാര്യം മനസ്സിലാവാത്ത ആൾക്കാരോട് ഒറ്റ വാക്കിൽ ഞാനൊരു സാധനം പറഞ്ഞുതരാം. ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചു നിർത്തിക്കാണ്ട് ചോറില്ല എന്ന് പറയുന്ന പരിപാടിയില്ലേ, അമ്മാതിരി ഒരു അരപ്പ പരിപാടിയാണ് അയാളെ കട്ട സപ്പോർട്ടറായിട്ടുള്ള എന്നോട് ചെയ്ത് കൂട്ടിയത്. ഈ പ്രശ്നത്തിനൊക്കെ കാരണം കഴിഞ്ഞ 5-ാം തീയതി അയാൾ പറഞ്ഞ ഒരു വിഷയമാണ്. ഇപ്പം എനിക്കൊരു സമാധാനമുണ്ട്. ഞാനിവിടെ ഇറങ്ങി ഇതിന് ശേഷം 100 ആൾക്ക് മുമ്പ് തൊഴിൽ കൊടുത്തു. 100 ചെറുപ്പക്കാർക്ക് 15,000 രൂപ സാലറി. വർക്ക് അറ്റ് ഹോമാണ്, സൈബറാണ്. മനസ്സിലായില്ലേ? PV അൻവർ പോസ്റ്റ് അൻവറിന്റെ ബാപ്പാക്കും ബാപ്പാന്റെ ബാപ്പാക്കും വല്യാപ്പാന്റെ ബാപ്പാക്കും വിളിക്കാൻ 100 ആളെ ചെലവിനെടുത്ത് നിർത്തിയിരുന്നു. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. 100 ആളെങ്കിലും ജീവിച്ചു പോണ്ടല്ലോ. താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, മൂപ്പർക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 5-ാം തീയതി മൂപ്പർ ഇട്ടിട്ട് 10 ദിവസം ഞാൻ ആലോചിച്ചു 15,000 വേണോ എൻ്റെ അമ്പുക്ക വേണോ എന്നുള്ളത്. കയ്യിൽ 5ന്റെ പൈസ ഇല്ലാണ്ട് നട്ടം തിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്പുക്കാനോട് ചോദിച്ചാൽ പോരെന്ന്. മൂപ്പര് ചിലപ്പോൾ എവിടെയെങ്കിലും കടം വാങ്ങിയൊക്കെ തിരികെക്കും. പക്ഷെ മൂപ്പര് അത്രത്തോളം പ്രയാസത്തിലാണെന്നുള്ള വിഷയം എനിക്കറിയാം. ഇപ്പോഴും എന്താ PV അൻവർ ഭയങ്കര മലയാളിയല്ലേ? കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും. നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ്, മിച്ചഭൂമി കേസ് 222 ഏക്കർ കേൾക്കണല്ലോ. ആ കേസ് കൊടുത്ത ആൾക്കാരെ സൈഡിലേക്ക് തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടം ചാടിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വിടാം. എന്റെ അമ്പുക്ക, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തതല്ല. വെറുതെ ഇരുന്ന് എന്നെ കൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ട് 2 പോസ്റ്റിങ്ങൾക്കെതിരെ ഇടിപ്പിച്ചു. ഒന്നാമത് അതിടാനുള്ള കാരണം നിങ്ങൾക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമത് എൻ്റെ ഒരു പ്രാരാബ്ദം കാരണം നിങ്ങൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ ഒഴിവാക്കണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രോളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോ വാക്കും കരിമ്പ് പോലാണെന്നുള്ളതാണ്. ഒരു ഭാഗം പോലും ഒഴിവാക്കാനില്ല. വെറുതെ ഇരുന്നും കണ്ട് ട്രോൾ ഉണ്ടാക്കാനുള്ള എന്തെല്ലോ വിഡ്ഢിത്തരങ്ങൾ ഓരോ ദിവസങ്ങൾ വിളിച്ചു പറയും. അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. വലിയ മെനക്കെടൊന്നും ഇല്ലാണ്ട് മാസം ഒരു 15,000 കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. ഞാനാണെന്നുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിന്റെ കടലിൽ മുങ്ങിത്തായാണല്ലോ. നിങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കടലിൽ മുങ്ങിത്തായുന്ന സമയത്ത് ഇവർ നിങ്ങളെ രക്ഷിച്ചെന്നുള്ളത്. അതുപോലെ ഇനി രക്ഷിക്കുന്നുള്ളത് ഞാനും പ്രതീക്ഷിച്ചു. കര കാണാത്ത കടലിൽ നീന്തുന്ന എനിക്ക് കൈ തന്നെ സഹായിച്ച് കരയിലെത്തിച്ചത് CPM ആണ്. കര കാണാത്ത കടലിൽ മുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് കൈ തന്ന് സഹായിക്കാൻ വേണ്ടി CPM ഉണ്ടായിന്. CPM ചാടിയ സമയത്ത് ഇപ്പോൾ നിങ്ങളെ തിരിച്ച് ആ കടലിന്റെ കരയിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഉണ്ടായിന്. ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കടലിലേക്കാട് ഉന്തിട്ടാൽ നിങ്ങളെ പ്രശ്നം തീർന്നു. അതേ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മര്യാദയ്ക്ക് പോയിന് നിങ്ങൾ എന്ത് ചെയ്തു, 15,000 രൂപ കിട്ടുന്ന പറഞ്ഞ് പ്രലോഭിപ്പിച്ചും കാണ്ട് എന്താ പറയുക, നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് പോസ്റ്റ് ഇടേണ്ടി വന്നു. കാരണം നിങ്ങളെ തന്തക്ക് വിളിക്കണവർക്കൊക്കെയാണ് 15,000 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളെ പിതൃത്വത്തൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. നെഞ്ചു പൊട്ടിങ്കാണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്ത് 15,000 പോയിട്ട് 15 ഉറുപ്പ്യ എനിക്ക് എവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനത് സഹിച്ച് എൻ്റെ അമ്പുക്കല്ലേ മൂപ്പർക്ക് ഒരു വാക്കുപയ പറ്റിയതായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാനത് ക്ഷമിച്ച് നിങ്ങൾക്ക് വേണമെന്ന് നോക്കാം. ആ 15-ാം തീയതി 16-ാം തീയതി പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇന്ന് 24-ാം തീയതി ഏകദേശം 10 ദിവസത്തോളമായിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കിയിട്ടില്ല. പിന്നെ നമുക്കൊന്നും കിട്ടാണ്ട് കരളിന്റെ കരളായിട്ടുള്ള അമ്പുക്കാക്കെതിരെ കുറച്ച് നിലപാടൊക്കെ ഉണ്ട്. ആ ഒരു നിലപാടുകൊണ്ട് ഞാൻ ഇങ്ങനെ മിണ്ടാതെ കുത്തിരുന്നേനും. ഇന്നത്തെ നിങ്ങളൊരു പോസ്റ്റ് കണ്ട സമയത്ത് ഈ ഒരു വിഷയത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച്. അന്ന് 15,000 ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങളെ പോസ്റ്റിൽ പറഞ്ഞ ഇങ്ങനെയാണ്: അംഗം മുറുകുമ്പോൾ പോസ്റ്റ് ഒന്നിന് 3,000 രൂപ പെയ്ഡ് ചെയ്ത് നടത്തുന്ന സോഷ്യൽ മീഡിയ തറവേലകൾ മതിയാവില്ല എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പോസ്റ്റിന് 3,000 രൂപയെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഞാൻ 10 എണ്ണം വീതം വാരി വെതറിയിട്ട് ഈ ഇലക്ഷൻ കഴിയണോട് കൂടിയിട്ട് ഞാനായിരിക്കും ഇവിടുത്തെ അംബാനി. മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നതിന് ഒരു അതിരുണ്ട്. നിങ്ങൾ പറഞ്ഞോ വിശ്വസിച്ചും കാണ്ട് വെറുതെ പോസ്റ്റ് ഇട്ടും കാണ്ട് നാറാൻ എനിക്ക് വയ്യ. പിന്നെ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഔചിത്യബോധം കാണിച്ചിരുന്നു. നിങ്ങൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതിന്റെ ആളാരാണ്, എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് നിങ്ങളോട് തന്നെ വന്ന് ചോദിച്ചും കാണ്ട് നിങ്ങൾക്ക് അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അത് ചോദിക്കാതിരുന്ന. ഇപ്രാവശ്യം എന്തായാലും 3,000 രൂപ വെച്ചിട്ട് ഒരു പോസ്റ്റിന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ 2 വീഡിയോക്ക് 6,000 രൂപ. ഇനിയിപ്പോൾ നമ്മളെ പോസ്റ്റ് സെക്കൻഡ് ക്വാളിറ്റി പോസ്റ്റ് അല്ലെങ്കിൽ തേർഡ് ക്വാളിറ്റി പോസ്റ്റ് ആക്കി കൂട്ടിയിട്ട് ഒരു വീഡിയോക്ക് ഒരു 1,000 രൂപ വെച്ചിട്ട് 2,000 രൂപയ്ക്കുള്ള മുതലെങ്കിലും ഉണ്ടാവുമല്ലോ. അത്യാവശ്യം ഒരു 1000ന്റെ മുകളിൽ ലൈക്കൊക്കെ കിട്ടിയ വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഈ പൈസ ആരാണ് കൊടുക്കുന്നത്, എവിടെ നിന്നാണ് കിട്ടുക, ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്താണ്, അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആരെ പോയിട്ട് മുട്ടിയാലാണ് ഈ 3,000, 1,000, 500 ഇനിയിപ്പോൾ എന്തെങ്കിലും ചില്ലറ കിട്ടുക എവിടുന്നാണ് എന്നുള്ളതും കൂടി അമ്പുക്ക വ്യക്തമാക്കി തരണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾ എന്നെ കൊണ്ട് പ്രയോഗിപ്പിച്ചിട്ട 2 വീഡിയോ ഉണ്ട് 10 ദിവസം മുന്നേ. ആ 2 വീഡിയോക്ക് 3,000 വേണ്ട 2,500 വെച്ചിട്ട് 5,000 രൂപ ഗൂഗിൾ പേയിലേക്ക് അയച്ചുതരാം. പ്രാരാബ്ദം കൊണ്ട് വലിയ പാവപ്പെട്ട വ്ളോഗർമാരെ പ്രലോഭിപ്പിച്ച് ചതിക്കുന്നു കാട്ടാള മാണ്ടങ്ങള്.